ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബട്ടർ ചിക്കൻ എങ്ങനെയാണ് നല്ല എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ബട്ടർ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സാധാരണ ചിക്കൻ എടുത്തിട്ട് അതിൽ നിന്ന് എല്ലില്ലാത്ത കഷ്ണങ്ങൾ മുറിച്ചെടുത്താലും മതി കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടും നിങ്ങൾക്കിത് മുറിച്ചെടുക്കാം. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. മാരിനേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കുറച്ചും കൂടി നല്ലത്. അതില്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ചതച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ ചിക്കന് കുറച്ചും കൂടി നല്ല കളർ കിട്ടുന്നുണ്ടോ, എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണേക്കാളും. പിന്നെ ബട്ടർ ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സ്പൈസി ആയിട്ടുള്ളൊരു കറിയൊന്നും അല്ലല്ലോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിനി കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൂടുതൽ സമയം വെക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. മിനിമം ഒരു അരമണിക്കൂർ എന്തായാലും വെക്കുക, അല്ലെങ്കിൽ ഓവർനൈറ്റ് ഒക്കെ വെക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ മസാലയൊക്കെ ഈ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് പിടിച്ചു വരും. പിന്നെ സമയമൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എത്ര സമയം എന്ന് വെച്ചാൽ വെക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു പകുതി നാരങ്ങ നീരും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വിനാഗിരി ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. ഒരുപാട് അളവിൽ വേണ്ട കേട്ടോ, വളരെ കുറച്ച് അളവിൽ തന്നെ മതി. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലൊക്കെ മാക്സിമം അത്രയൊക്കെ തന്നെ മതി. ഇനി ഇത് മാറ്റി വയ്ക്കട്ടെ. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രേവി തയ്യാറാക്കണം. ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ടൊന്ന് ഉരുക്കി വരട്ടെ കേട്ടോ. ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ ബട്ടറിൻ്റെ ഒരു ഫ്ലേവർ എന്തായാലും വേണമല്ലോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ബട്ടർ ഉരുക്കിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് ഉരുക്കി വന്ന് തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഉരുക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സവോള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു വലിയ സവോളയാണ്. അപ്പോൾ മീഡിയം സൈസിലുള്ള സവോളയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം അളവിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വേണ്ട കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറട്ടെ. അതുപോലെ സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും വേണം. ഇപ്പോൾ കണ്ടില്ലേ, സവോളയൊക്കെ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ, ബ്രൗൺ ഷെയ്ഡിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 2 വലിയ തക്കാളി ഇതുപോലെ മുറിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ള തക്കാളിയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 3 എണ്ണം ഉപയോഗിക്കാം കേട്ടോ. ഈ ഒരു കറിയിലേക്ക് അത്യാവശ്യം തക്കാളി വേണം. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നോട്ടെ കേട്ടോ. ഈ ഒരു സമയത്ത് തക്കാളി പേസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നാൽ മതി കേട്ടോ. നമ്മളിതെല്ലാം അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ തന്നെ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 10-12 കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഗ്രേവി നല്ല തിക്നെസ്സോട് കൂടിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ബട്ടർ ചിക്കൻ്റെ ഗ്രേവി എന്നൊക്കെ പറയുമ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഗ്രേവി തന്നെയായിരിക്കും. ഒന്നും കൂടി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. പക്ഷേ തക്കാളിയും കൊണ്ട് മാഷ് ആയിട്ട് വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിയിലൊക്കെ തന്നെ മതി. ഒരുപാട് ബ്രൗൺ ഷെയ്ഡിലേക്കൊന്നും ഈ ഒരു മസാല വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാൻ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം അവസാനം നമുക്ക് ഗ്രേവിയൊക്കെ തയ്യാറാക്കി വരുമ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്കാണ് വരേണ്ടത്. അപ്പോൾ അപ്പോഴാണ് കുറച്ചും കൂടി നന്നായിട്ട് വരിക. കളർ ഇപ്പോൾ സാധാരണ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ആ ഒരു കളർ വേണമെന്നൊന്നുമില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടിയുടെ പച്ചമണം ഒന്ന്, അതായത് മുളക് പൊടിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരട്ടെ കേട്ടോ. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തിയാണ്, അതായത് ഉലുവയുടെ ഉണങ്ങിയ ഇല. ഇത് നമുക്ക് ഇതുപോലെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഞാനിതിപ്പോൾ ഒരു തവയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഈ മസാലയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു ഫ്ലേവറാണ് ഈ ഉലുവയുടെ ഇലയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. പിന്നെ ഉലുവയുടെ ഇല എന്നൊക്കെ പറയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ്.
അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ കസൂരി മേത്തി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കോക്കനട്ട് വിനിഗറാണ് കേട്ടോ. ഇപ്പോൾ സാധാരണ വൈറ്റ് വിനിഗർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണോളം അളവിൽ കോക്കനട്ട് വിനിഗറാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അവസാനം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് അളവിൽ തന്നെ മതി കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ കുറച്ചൊരു മധുരമുള്ളൊരു കറി തന്നെയല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും ആദ്യം ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കുക. അതിനുശേഷം പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് മധുരമൊന്നും ആയി കഴിഞ്ഞാൽ കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ വെള്ളം ഒഴിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് ആവാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഗ്രേവി നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ കണ്ടില്ലേ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് മതി കേട്ടോ. ഞാനിതിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇതിനി നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം പിന്നെ നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് ഡീപ് ഫ്രൈ അല്ല ചെയ്തെടുക്കുക, ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുക്കുക. കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഈ ഒരു സമയത്ത് ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. കാരണം ചിക്കൻ ചൂടാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ പുറത്തോട്ട് വരും. പ്രത്യേകിച്ച് നമ്മളിത് ഷാലോ ഫ്രൈ അല്ല ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുക്കണതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം, എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി വരട്ടെ. പിന്നെ ചിക്കൻ ബ്രസ്റ്റ് അല്ലേ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഫ്രൈ ആയിട്ട് വരാൻ. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വന്നോളും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ക്രിസ്പി ആയിട്ടുള്ള രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കണം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷവും കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കണ്ടില്ലേ ഞാനിത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതുപോലെ എല്ലാവരുടെയും ഒരുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മതി, ഈ ഒരു രീതിയിൽ തന്നെ ഇത് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. ഒരുപാട് കളർ ചേഞ്ച് ആവുമൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതിപ്പോൾ കുറച്ച് അളവിലെടുത്ത കാരണം ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ അളവിലാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു കിച്ചൺ ടിഷ്യൂയിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്കോ ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നേരത്തെ നമ്മൾ തണുക്കാൻ വെച്ച ആ ഒരു മസാല ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ തന്നെ മാക്സിമം തരികളില്ലാതെ തന്നെ അരച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം അളവിൽ, പിന്നെ 1 ടേബിൾ സ്പൂണോളം അളവിൽ ബട്ടറും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓയിലാണെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ബട്ടർ ചിക്കൻ ആകുമ്പോൾ എന്തായാലും കുറച്ച് ബട്ടർ ചേർക്കുമ്പോൾ തന്നെയായിരിക്കും ആ ഒരു ഫ്ലേവർ വരിക. പിന്നെ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് തീരെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലാണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇനി ബട്ടർ നന്നായിട്ട് തന്നെ ഉരുകി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലെ എണ്ണയിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കറിക്ക് നല്ലൊരു കളർ തന്നെ കിട്ടും കേട്ടോ. അതിപ്പോൾ ഏത് കറിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിനുശേഷം ഈ പൊടിയുടെ പച്ചമണം ഒന്ന് മാറണ വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു വീണ്ടാ. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം
അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞിട്ട് കളറൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തിനാ നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കണേന്ന് വെച്ചാൽ ബട്ടർ ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, നല്ല തരികളൊന്നും ഇല്ലാതെയുള്ള നല്ലൊരു ഗ്രേവി ആയിട്ട് തന്നെയാണ് ഇരിക്കുക. അപ്പോൾ ഇതിലിപ്പം തരികളെന്ന് പറയാൻ നമ്മളിപ്പോൾ അരച്ചെടുത്തപ്പോൾ എന്തെങ്കിലും തക്കാളിയുടെ തൊലിയോ അല്ലാന്നുണ്ടെങ്കിൽ തക്കാളിയുടെ കുരു അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഞാനതൊരു ഫൈനായിട്ടുള്ളൊരു പേസ്റ്റ് ആക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത്. കണ്ടില്ലേ, ഇത്രയും മാത്രമേ ഉള്ളൂ. അരിച്ചെടുത്ത ആ ഒരു ഭാഗം നമുക്ക് മാറ്റാം. അതിനുശേഷം ഇനി നമുക്ക് ഈ മസാലയും ഈ എണ്ണയും ബട്ടറും മുളക് പൊടി ചേർത്ത് കൊടുത്തതും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തേക്കും ആ ഒരു റെഡ് കളർ നന്നായിട്ട് തന്നെ വരട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രേവി ഇപ്പം അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരളവിൽ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്തായാലും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനും കൂടിയും ചേർത്തിട്ടുള്ള ആ ഒരു ഉപ്പ് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. പക്ഷേ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയരുത് കേട്ടോ ഒരിക്കലും. ഒരു 1.5 കപ്പോളം അളവിൽ വെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ. കറക്റ്റായിട്ട് തന്നെ വരും. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ ഗ്രേവി കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകിയൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് തന്നെ ഇത് എത്തും കേട്ടോ. ഇപ്പം കണ്ടില്ലേ, ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയിൽ കുറച്ച് സമയം ചിക്കൻ കഷ്ണങ്ങളൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്നും കൂടി ഒന്ന് കുറുകി വരണം. അപ്പോഴായിരിക്കും ആ ഒരു മസാലയുടെ ടേസ്റ്റ് ആ ചിക്കൻ കഷ്ണങ്ങളിലും നന്നായിട്ട് തന്നെ കിട്ടുക കേട്ടോ. ഇതിലേക്ക് ഞാനിനി 1 ടേബിൾ സ്പൂണോളം അളവിൽ ബട്ടറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും ബട്ടർ ചിക്കൻ അല്ലേ, ബട്ടറിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് തന്നെ വരും. ഇനി അടച്ച് വെക്കുക, ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. അതോടൊപ്പം ഈ ഗ്രേവിയും ചിക്കൻ്റെ പീസസും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായിട്ട് കുറുകി വരണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ബട്ടർ ചിക്കൻ്റെ ഗ്രേവി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഗ്രേവി ആയിട്ട് തന്നെയാണ് ഇരിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീമും നമുക്ക് മാർക്കറ്റിൽ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മൊത്തം നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീം വേണം. പക്ഷേ 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ഫ്രഷ് ക്രീമും ഇതും കൂടി ഈ ഗ്രേവിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ ശരിക്കൊരു കളറും അതുപോലെ ആ ഒരു ടേസ്റ്റും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരിക കേട്ടോ ബട്ടർ ചിക്കന്. അപ്പോൾ കണ്ടില്ലേ, ഗ്രേവിയൊക്കെ നല്ല അത്യാവശ്യം നല്ല പോലെ തന്നെ തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അടച്ചു വെക്കണം കേട്ടോ. ഒരു 5 മിനിറ്റോളം സമയം നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്, എന്നാലും എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് കമ്പൈനായിട്ട് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ തന്നെ ഗ്രേവി എടുത്താൽ മതി കേട്ടോ. ഇനി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഒരുപാട് തിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കട്ടിയായിട്ടുള്ള പോലെ ഇരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണോളം അളവിൽ മല്ലിയില ഇതുപോലെ മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ കസൂരി മേത്തി ഒരു 1/2 ടേബിൾ സ്പൂണോളം അളവിൽ ഒന്നിട്ട് കൊടുക്കണം. ഒരു എക്സ്ട്രാ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, അപ്പം നമ്മുടെ നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ചെറിയൊരു മധുരവും ചെറിയൊരു പുളിയും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ സാധാരണ കഴിക്കണേക്കാളും കൂടുതൽ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നാനിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ ചോറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇത്. അതുപോലെ നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കണത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ക്രീം നമ്മൾ ഇതിലേക്ക് ചേർക്കണത് കൂടുതൽ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഫ്രഷ് ക്രീം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.